നമസ്കാരം. ഇന്ന് നമുക്ക് 10 മിനിറ്റിനുള്ളിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അമേരിക്കൻ സ്വീറ്റ് കോൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് പച്ച കോണാണ്. ആദ്യം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. രണ്ടോ തരത്തിൽ വേവിക്കാം. കുക്കറിലാണെങ്കിൽ എളുപ്പത്തിൽ വേവിച്ചെടുക്കാം, അതല്ല പാത്രത്തിലാണെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. വേവിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിന്റെ പുറത്തെ തൊലിയൊക്കെ അങ്ങ് പൊളിച്ചു മാറ്റിക്കളയാം. എന്നിട്ട് ഇത് 2 കഷ്ണമായിട്ട് അങ്ങ് മുറിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒരു വരി ഉണ്ടല്ലോ, അതങ്ങ് കൈകൊണ്ട് ഇതുപോലെ പതുക്കെ അടർത്തി അങ്ങ് മാറ്റിക്കളയാം. ഒരു വരി മുഴുവനായിട്ട് കളയാം. ഒന്നും അല്ലെങ്കിൽ 2 മാറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. 2 മാറ്റുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് കൈ ഒന്ന് പിടിക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഇതുപോലെ ഒരു വരി മുഴുവനായിട്ട് കൈൻ്റെ ഉള്ളിലേക്ക് വരുന്ന വിധത്തിൽ പിടിച്ചിട്ട് പതുക്കെ ഒന്ന് അമർത്തി തിക്കി അടർത്തി എടുത്താൽ മതി. ഇതുപോലെ കണ്ടില്ലേ, ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലെ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് 1 കപ്പ് നമ്മളിപ്പോൾ പൊളിച്ചെടുത്തിരിക്കുന്ന കോൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ അടിച്ചെടുത്താൽ മതിയാകും. 2 വിസിലും കഴിഞ്ഞ് അതിന്റെ പ്രഷറൊക്കെ പോയി കഴിയുമ്പോൾ കുക്കർ തുറന്നു നോക്കാം. കോണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഒരു അരിപ്പ വെച്ചിട്ടങ്ങ് ഊറ്റിയെടുത്താൽ മതി. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അടുപ്പിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒന്ന് ഇളക്കിയതിന് ശേഷം 1 കപ്പ് കോൺ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അടർത്തെടുത്തിരിക്കുന്ന കോൺ തന്നെയാണ്. കോൺ ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും കോണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു കോൺ എടുത്തു നോക്കുക, വെന്തോന്ന് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കാം, അതല്ലെങ്കിൽ വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞാലും മതി. ഇനി അഥവാ വെന്തിട്ടില്ലെങ്കിൽ മൂടി വെച്ചിട്ട് ഒന്നും കൂടി അങ്ങ് വേവിച്ചെടുത്താൽ മതി. ഇത് രണ്ടാമത്തെ രീതി. ഇനി നമുക്ക് ഒരു രീതിയിൽ കൂടെ വേവിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കറിലേക്ക് വേവിക്കാതെ മുഴുവനായിട്ട് ഒന്ന് ഒടിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു 2 വിസിലടിക്കുക. കുക്കറിന്റെ പ്രഷർ മുഴുവൻ പോയി കഴിയുമ്പോൾ കുക്കർ തുറന്ന് അതിൽ കോണങ്ങ് കോരിയെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ചില്ലേ അതേപോലെ തന്നെ 2 വരി അങ്ങ് കൈകൊണ്ട് എടുത്തു മാറ്റുക. എന്നിട്ട് പതുക്കെ കൈകൊണ്ട് ഓരോ വരി വീതം തിക്കി അമർത്തി പൊളിച്ചെടുത്താൽ മതി. ഇതിന് കുറച്ച് ചൂടുണ്ടാവും. നമ്മൾ ആദ്യം അടർത്തെടുത്ത പോലെ അത്ര പെട്ടെന്ന് പറ്റില്ല, ചെറിയൊരു ചൂടുണ്ടാവും. എന്നാലും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു വേവിച്ച ചോളം തന്നെ നമുക്ക് 2 തരത്തിൽ കഴിക്കാം. ഏറ്റവും എളുപ്പമുള്ള രീതി എന്ന് പറയുന്നത് ക്ലാസിക് ബട്ടർ കോൺ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഉരുകാത്ത ബട്ടർ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് നല്ല ആവി പറക്കുന്ന വേവിച്ച കോൺ ചേർത്ത് കൊടുക്കാം. ഈ ചോളത്തിന്റെ ആവി കൊണ്ട് തന്നെ ബട്ടർ ഉരുകിക്കോളും. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ആദ്യം ഉപ്പിട്ടിട്ടായിരുന്നല്ലോ വേവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാലും നമ്മൾ ഇതുപോലെ ബട്ടറൊക്കെ ചേർത്ത് കഴിയുമ്പോഴേക്കും ഉപ്പ് ചെറുതായിട്ടൊന്ന് കുറയും. അപ്പൊ അതിനനുസരിച്ച് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടൊന്ന് നോക്കുക കേട്ടോ. പാകം അല്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ട് പാകത്തിനാക്കി എടുത്താൽ മതി. ഇപ്പൊ അടിപൊളിയായിട്ടുള്ള ക്ലാസിക് ആയിട്ടുള്ള ബട്ടർ സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. എരിവൊന്നും ഇല്ലല്ലോ, ബട്ടറിന്റെ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ സ്വീറ്റ് കോണിന്റെ ടേസ്റ്റും ഉണ്ടാകും. നല്ലൊരു രുചിയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി നമുക്ക് കുറച്ചും കൂടെ എരിവൊക്കെ ആയിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ചേർക്കാം. അപ്പൊ അതിന്റെ റെസിപ്പി കാണാം. സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നില്ലേ, ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ്, എരിവില്ലാത്തത്. അതുപോലെ തന്നെ ചാറ്റ് മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചാറ്റ് മസാല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അതിന്റെ ഒരു പുളിപ്പ് രസമൊക്കെ കിട്ടിക്കോളും. അപ്പൊ നല്ല രസമായിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കണ്ട, ഒഴിവാക്കാം. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണൊക്കെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ കുറച്ചും കൂടെ സ്പൈസി ആയിട്ടുള്ള സ്പൈസി സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിലും കഴിക്കാം കേട്ടോ, എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക്. ഇതും നല്ല ടേസ്റ്റ് ആണ്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒരു ഹെൽത്തി ആയി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തന്നെ ഒരു 1/4 കപ്പ് സവാള അരിഞ്ഞത് ചേർക്കാം. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ചും കൂടി ഒരു എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളകിന്റെ പകുതിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ സ്വീറ്റ് കോൺ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് കഴിക്കാം കേട്ടോ. 3 നല്ല ടേസ്റ്റ് ആണ്. 3 രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കാം. എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. നല്ല ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ എഴുതണം. അതേപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയറും കൂടെ ചെയ്യണേ. കൂടെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പൊ ഇതേപോലെയുള്ള ഹെൽത്തി ആയിട്ടുള്ള നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.